വി.കെ. പ്രശാന്ത് എം.എൽ.എ ഓഫീസ് മാറാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. ഇത് എന്തെങ്കിലും കളിയാണോ? കളിയായിരിക്കാനുള്ള സാധ്യതയുണ്ട്. നല്ലവനായ ഉണ്ണി, ആ ഒരു നന്മമരം ഇമേജ് മൂപ്പരുടെ തകർന്നു വീണതാണ്. ഈ പ്രശ്നം എന്ന് തുടങ്ങിയത് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കൗൺസിലർ സ്ഥാനത്തേക്ക് ശ്രീലേഖ വരുന്നു. ശ്രീലേഖ വളരെ മാന്യമായിട്ട് പറയുന്നു, മോനെ ആ ഓഫീസ് ഒന്ന് ഒഴിഞ്ഞു തരണം എന്ന് പറയുന്നു. ഇതോടുകൂടി വലിയ പുകിലാണ് വി.കെ. പ്രശാന്ത് ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വി.കെ. പ്രശാന്ത് മാത്രമായിരിക്കില്ലല്ലോ. അതിന് പിന്നിൽ CPM-ന്റെ ചില നാറിയ കളികൾ കൂടി ഉണ്ടാവും. ആ നാറിയ കളികളുടെ കൂടെ ഭാഗമായിട്ടാണ് അന്ന് ഒഴിഞ്ഞു കൊടുക്കാതിരുന്നത്. അപ്പോൾ വലിയ തർക്കം ഇതിനെ തുടർന്നുണ്ടാവുന്നു. അവിടെ നിന്ന്, അതായത് വി.കെ. പ്രശാന്തിന്റെ ഭാഗത്ത് നിന്ന് വളരെ അഹങ്കാരത്തോടു കൂടിയാണ് പറയുന്നത്. അത്രയും ഭാഗം ഒഴിപ്പിക്കാമെങ്കിൽ ഒഴിപ്പിച്ചു, എന്നാൽ പിന്നെ ഒഴിഞ്ഞിട എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ എത്തിയില്ലേ. പക്ഷേ അത് ഇവര് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ പറയുന്ന ഒരു നന്മമരം ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഒന്ന് ആകെ നാണം കിട്ടും. കാരണം അതിൽ കഴമ്പില്ല. ഇവർ ഈ പറയുന്ന മത്സരം നടത്തുന്നതിൽ കഴമ്പില്ല. അതിൻ്റെ വസ്തുത എന്താണ് എന്നുള്ളത് ജനങ്ങൾക്കും ബോധ്യപ്പെട്ടു. ഇതിലൊരു വലിയ പങ്ക് എന്ന് പറയുന്നത് മാധ്യമങ്ങൾക്കുള്ളതാണ്. മാധ്യമങ്ങൾ അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, വി.കെ. പ്രശാന്ത് അവിടെ കെട്ടിവളച്ചെടുത്തിട്ടുണ്ടോ, ആ ഭാഗം മുഴുവനും വേർതിരിച്ച് അയാളുടെ ഓഫീസായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടോ, അവിടെ കൗൺസിലർക്ക് ഓഫീസ് ഉണ്ടോ, കൗൺസിലർ എങ്ങനെയാണ് ആ വഴിയിൽ അതിലേക്ക് ആ ഒരു കുടുസുമുറിയാണോ ഓഫീസായിട്ടുള്ളത്, ആ കുടുസുമുറിയിലേക്ക് എങ്ങനെയാണ് കടന്നു ചെല്ലുക എന്നുള്ളതിനെ കുറിച്ചൊന്നും ആദ്യഘട്ടങ്ങളിൽ ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തില്ല. മറിച്ച് തിരിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇത് നേരെ ബൂമറാങ്ങായി വരും എന്നുള്ള കാര്യങ്ങളിലേക്ക് വന്നപ്പോഴാണ് ചില മാധ്യമങ്ങളെങ്കിലും ഒന്ന് തഴുകിക്കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. നമുക്കറിയാലോ, ഈ വിഷയം വന്നതിന് ശേഷമല്ലേ അടക്കാതിരുന്ന വാടക കുടിശ്ശിക മുഴുവൻ അടച്ചു തീർത്തത്. അത് അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്ന ഒരാളായിരുന്നുവെങ്കിൽ വി.കെ. പ്രശാന്ത്, അങ്ങനെയാണെങ്കിൽ ആദ്യമേ മുതൽ കൃത്യമായിട്ട് മാസം ആ വാടക അടക്കില്ലേ. അപ്പോൾ CPM-ന്റെ ഇത്രയും നാളായിട്ട് CPM-ന്റെ വിളനിലമായിരുന്ന ഒരു സ്ഥലം മേയർ ആര്യ രാജേന്ദ്രനായിരുന്നു. അതിനു മുമ്പ് ഇങ്ങേരായിരുന്നു അവിടുത്തെ മേയർ. അപ്പോൾ എല്ലാം ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലാണ്, അതുകൊണ്ട് ഞങ്ങൾ എന്ത് കാണിച്ചാലും ഇവിടെ ആർക്കും ഒരു പ്രശ്നവും പറയാനില്ല എന്നുള്ള ഒരു തോന്നൽ, ആ ഒരു തൻപോരിമയുണ്ട്. CPM-ന്റെ ആ ഒരു ധാർഷ്ട്യം അത് ഈ നന്മമരത്തിനും ഉണ്ടായിരുന്നു. ആ നന്മമരത്തിൻ്റെ ആ ബോധ്യപ്പെടലിൻ്റെ ഒരു ഇതായിട്ടാണ് നമുക്ക് ആ ഇപ്പൊ പറഞ്ഞതുപോലെ ഒഴിപ്പിക്കാമെങ്കിൽ ഒഴിപ്പിച്ചോളൂ എന്നുള്ള തരത്തിലൊക്കെ ഒരു നന്മമരവും പറയില്ല. സാധാരണയായിട്ട് അത്രയും പ്രായമുള്ള ഒരു സ്ത്രീയാണല്ലോ, എത്രയോ മുതിർന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ആ സ്ത്രീ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയായിരുന്ന ഒരു സ്ത്രീ, അവർ വളരെ മാന്യമായിട്ട് പറയുന്നു. അപ്പോൾ പറയേണ്ടത് എന്താണ്, ഒരു മാസം തരണേ, ഞാൻ മാറിത്തരാം എന്ന് പറയുന്നതായിരുന്നുവെങ്കിൽ വി.കെ. പ്രശാന്തിൻ്റെ ആ ഒരു ഇമേജ് ഉയർന്നു ഇരുന്നേനെ, ആ തട്ട് മുകളിൽ തന്നെ ഇരുന്നേനെ. പക്ഷേ നേരെ തിരിച്ച് പോര് വിളിക്കാൻ ഇറങ്ങിയതോടുകൂടി അത് പൂർണ്ണമായിട്ടും തവിട് പൊടിയായി. അപ്പോൾ ഇപ്പോൾ പറയുന്നത് ഈ പറയുന്ന ശാസ്തമംഗലം ജംഗ്ഷനിലുള്ള കോർപ്പറേഷൻ കെട്ടിടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ്. ഇനി എങ്ങോട്ടേക്ക് മാറും എന്നുള്ളത് കൂടി നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന MLA എങ്ങോട്ടേക്ക് മാറിയാലും അവിടെയൊക്കെ ജനങ്ങൾ ചെല്ലും. അതായത് അതത് ജനപ്രതിനിധികളെ കാണാനായിട്ട് ജനങ്ങൾ എവിടെയാണോ ഉള്ളത്, അദ്ദേഹം എവിടെയാണോ ഉള്ളത് അവിടേക്ക് തപ്പിപ്പിടിച്ച് പോകൽ തന്നെയാണ് സാധാരണയായിട്ട് നടന്നു വരുന്നത്. ഇപ്പം ഞാനും പല ആവശ്യങ്ങൾക്ക് MLA കാണാൻ പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എവിടെയാണ് ആ സമയം അവൈലബിൾ ആകുക, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സമയം അനുസരിച്ച്, കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു ആളാണ്, പൊതുപ്രവർത്തകനാണല്ലോ. അപ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടി സൗകര്യമൊക്കെ മാനിച്ചുകൊണ്ട് നമ്മൾ പോയി കാണാറുണ്ട്. നടക്കുന്നതാണെങ്കിൽ നടക്കുമെന്ന് പറയും, ഇല്ലാത്തതാണെങ്കിൽ വളരെ സ്നേഹത്തോട് തന്നെ പറയും, ഇത് ഞാൻ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല, ഇതിൻ്റെ കാര്യങ്ങൾ ഇന്നതാണ് എന്ന് പറയുന്ന ഒരു MLA ഇവിടെ ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ആ ഒരു രീതിയൊന്നും അല്ലാതെ എൻ്റെ ജനങ്ങൾക്ക്, അതായത് എന്നെ തിരഞ്ഞെടുത്തവർക്ക് ഇവിടെ വരുന്നതാണ് സൗകര്യം. MLA ഹോസ്റ്റലുണ്ട്. ഈ MLA ഹോസ്റ്റലിൽ സകല എരപ്പകളും വന്ന് കിടക്കുന്ന സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഏതെങ്കിലും ഒരു MLA ഹോസ്റ്റലിൽ ചെന്നാൽ കാണാൻ കഴിയുമോ എന്നുള്ളൊരു സാധ്യത നമ്മൾ തിരക്കി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയനൊക്കെ അറിയാമല്ലോ, തലസ്ഥാനത്തൊക്കെ വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഹോസ്റ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ MLA-മാരെ കാണാൻ കഴിയൂ? ആ ഒരു സാധ്യത ഇല്ല എന്നുള്ളത് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഈ പ്രശ്നം എന്ന് പറയുന്നത് വളരെ സജീവമായിട്ട് തന്നെ നിലനിർത്തണം. ഒന്നില്ലെങ്കിൽ അത് അനുകൂലമാക്കണം, അല്ലെങ്കിൽ തനിക്കാക്കി വെടക്കാക്കുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ തന്ത്രം കൂടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ മേയർ ബ്രോ എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം അവരോധിച്ചുകൊണ്ടിരുന്ന ഒരു
MLA ആണ് ഇപ്പോൾ നിലവിൽ VK പ്രശാന്ത് എന്നുള്ളത്. അപ്പോൾ ഈ കൗൺസിലറും തമ്മിലുണ്ടായിട്ടുള്ള ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഫീസ് യുദ്ധം എന്ന് പറയുന്നത് മണ്ഡലത്തിലുള്ള രാഷ്ട്രീയ സമവാക്യങ്ങളിലൊക്കെ വലിയ രീതിയിൽ ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നത് UDFന് മേൽക്കൈ ഉണ്ടാവുക എന്നുള്ളതാണ്. അതിനിടയിലേക്ക് ഇവർ ഈ തൻപോരിമ കൊണ്ട് ഉള്ള വോട്ട് ബാങ്ക് കൂടി വേണ്ട, ഇല്ലാണ്ടാക്കണ്ട എന്നുള്ളൊരു സാഹചര്യം ഈ CPMകാർക്കിടയിൽ തന്നെ നുറഞ്ഞു പൊങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സംസാര വിഷയമാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാം ഇത്തരത്തിലുള്ള കാര്യത്തിലേക്ക് പോകുന്നത്. മറ്റൊന്ന്, BJP ശ്രീലേഖയെ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. അതൊക്കെ തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. നമ്മൾ അതേക്കുറിച്ച് സംസാരിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വട്ടിയൂർക്കാവിൽ പ്രശാന്തും മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല അതിൻ്റെ ഒപ്പം തന്നെ ഒരു പക്ഷേ കഴക്കൂട്ടത്തേക്ക് പ്രശാന്തിനെ മാറ്റാനുള്ള സാധ്യതകളും CPM കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വീണ്ടും മത്സരിക്കാൻ ഒരുങ്ങുന്ന പ്രശാന്തിന് ഇത്തരത്തിലുള്ള ഒരു അപഖ്യാതി ഉണ്ടാക്കുക, ഈ ഒരു കുറഞ്ഞ ദിവസങ്ങൾക്കിടയിൽ അത് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. കാരണം ഏറ്റവും അടുത്ത് നടക്കുന്ന സംഭവങ്ങൾ എന്നും തിരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. നമ്മൾ പണ്ട് എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും ഏറ്റവും ഒടുവിൽ വന്ന് നിൽക്കുന്നത് ചെറിയ അപഖ്യാതിയാണ് എന്നുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ മനസ്സിൽ എപ്പോഴും നിൽക്കും. അതേസമയം കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണെങ്കിൽ അത് മെല്ലെ 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 ജനം മറന്നത് അതന്നല്ലേ എന്ന് ചിന്തിക്കുന്നവരാണ് ജനം. അപ്പോൾ ആ ഒരു സാധ്യതയുണ്ട്. പക്ഷെ ഇത് വളരെ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് കഴക്കൂട്ടത്തോ വട്ടിയൂർക്കാവിലോ പ്രശാന്തിനെ മത്സരിക്കേണ്ടത് കൊണ്ടും പ്രശാന്തിന് ഇനി വലിയ ഭൂകമ്പങ്ങൾക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. നമുക്കറിയാം വാടക ഇനത്തിൽ 872 രൂപയാണ് നൽകുന്നുണ്ടായിരുന്നത്. പക്ഷേ ഒരു റൂം എടുത്ത് ഒരു ഓഫീസ് പ്രവർത്തിപ്പിക്കാനുള്ള അലവൻസോ അല്ലെങ്കിൽ ഓണറേറിയം ഒക്കെ VK പ്രശാന്തിന് കിട്ടുന്നുണ്ട്. അത് ഓരോ MLAക്കും കിട്ടുന്നതാണ്. VK പ്രശാന്തിൻ്റെ മാത്രമായിട്ട് നമ്മൾ പറയുന്നതല്ല, ഓരോ MLAക്കും കിട്ടുന്നതാണ്. അപ്പോൾ ആ MLAമാർക്ക് കിട്ടുന്നതിനനുസരിച്ച് അവർ വൃത്തിക്ക് കാര്യങ്ങൾ നടപ്പാക്കുക എന്നുള്ളത്, ഇത് കോർപ്പറേഷനാണ്, നമ്മൾ മുമ്പ് പറഞ്ഞ പോലുള്ള ഒരു തൻപോരും അവിടെ നടപ്പാക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് മാത്രം ഇവർ പറയുന്നതാണ്. ഈ വട്ടിയൂർക്കാവിൽ MLA ആയിരുന്ന പ്രശാന്തിനെതിരെ അതേ ശൈലിയുള്ള ഒരു പ്രമുഖ വ്യക്തിത്വത്തെ ഇറക്കിയിട്ട് മണ്ഡലം പിടിക്കാനുള്ള സാധ്യതകളും BJP തേടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും കഴക്കൂട്ടത്തേക്ക്, സ്വന്തം നാടാണ് പ്രശാന്തിൻ്റെ സ്വന്തം നാടാണ് കഴക്കൂട്ടം. അപ്പോൾ കഴക്കൂട്ടത്തേക്ക് പ്രശാന്ത് മാറാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴക്കൂട്ടത്ത് ഓഫീസ് തുടങ്ങാനുള്ള സാധ്യതകളും ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അപ്പം വീണ്ടും ഒരു MLA ബ്രോ എന്ന് വേണമെങ്കിൽ പറയാം. MLA സ്ഥാനത്തേക്കാണല്ലോ മത്സരിക്കുന്നത്. വീണ്ടും ഒരു MLA ബ്രോ ഒക്കെ ആയിട്ട് തിളങ്ങാനുള്ള സാധ്യതകളും ഇവിടെ പ്രശാന്ത് നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ എന്ത് സംഭവിക്കും എന്നുള്ളത് ഇത്തവണ നമുക്ക് കണ്ടു തന്നെ അറിയണം. കാരണം ശ്രീലേഖ കൗൺസിലറായി, VV രാജേഷ് മേയറായിരിക്കുന്നു. BJPക്ക് വലിയൊരു രീതിയിലുള്ള മുൻതൂക്കം അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇനി കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഇനിയിപ്പോൾ അമിത്ഷാ വരുന്നുണ്ട്. അതിനിടയിൽ അമിത്ഷാ വന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മോദിജി വരുന്നുണ്ട്. അപ്പോൾ മോദിജി വരുന്നത് എന്ന് പറയുന്നത് സത്യത്തിൽ BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കാൻ വേണ്ടി തന്നെയാണ്. അവിടെ അവതരിപ്പിക്കുന്ന ആ ഒരു കരട് പട്ടിക അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുമ്പിലേക്ക് വെക്കുന്ന ആ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണോ ഞങ്ങൾ വികസന അജണ്ട എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ കൂടി മുന്നിൽ കണ്ടുള്ളതായിരിക്കാം. നമുക്കറിയാം BJP എങ്ങനെയാണ് അതിൻ്റെ വളർച്ചയുടെ പടവുകളിലേക്ക് വന്നത് എന്നുള്ളത്. പലതരത്തിൽ കുടുംബാസൂത്രണ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് അത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയായി മാറിയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കുകയാണ് ജനങ്ങൾ. ഓരോ പ്രതിസന്ധി ഘട്ടങ്ങൾ അവിടെ ഇവിടെ ഉണ്ടാക്കിയിട്ടും ആ ഒരു രീതിയിലേക്ക് അവർ മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായി ഭരിക്കാൻ അറിയാം എന്നുള്ളതാണ്. അപ്പോൾ ഇത്തവണ തിരുവനന്തപുരത്തെ ജനങ്ങൾ ഒരുപക്ഷെ മാറി ചിന്തിച്ചുകൂടാ എന്നൊന്നുമില്ല. ഒരു പക്ഷേ ആ ഒരു വേവിനെ തടഞ്ഞു നിർത്താനായിട്ട് VK പ്രശാന്ത് നടത്തുന്ന ഇപ്പോഴത്തെ ഈ ഒരു നിറം മാറ്റ യുദ്ധത്തിനൊക്കെ കഴിയുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതുമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ എല്ലാ വാർത്തകളും നിങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് എത്തും.